ഹലോ ഗായ്സ്, നമസ്കാരം. നമ്മളൊരു പുതിയ വീഡിയോ, നമ്മളെ ചാനലിനെ എല്ലാവരും ഒന്ന് പരമാവധി സപ്പോർട്ട് ചെയ്ത് വെക്കണേ. ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ആ ബെല്ല ബട്ടൺ ഒന്ന് അമർത്തുക, നമ്മളെ ചാനലിനൊന്ന് സപ്പോർട്ട് ചെയ്ത് തരിക. നമ്മൾ വല്ലപ്പോഴൊക്കെ ഓരോ വീഡിയോ ഇടാറുള്ളൂ, പക്ഷേ എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് ഒരു കാര്യത്തിൽ പെടുന്ന ഒരു വീഡിയോസ് ആയിരിക്കും. അപ്പോൾ ഇന്ന് നമ്മൾ കാണിക്കാൻ പോകുന്നത് ചുമരിൽ, നമ്മളെ വീട്ടിലെ ചുമരിൽ ഈ വൃത്തികേടായിട്ടുള്ള ഭാഗം നമുക്കൊന്ന് വൃത്തിയാക്കുന്ന പിന്നെ എന്താ പറയുക, ഹൈ റേഞ്ച് ലുക്കിലേക്ക് നല്ലൊരു ഡിസൈനായിട്ട് ചെയ്യുന്ന ഒരു വീഡിയോ. വളരെ സിമ്പിളായിട്ട് നമുക്ക് എങ്ങനെ ചെയ്തെടുക്കാം. നമ്മുടെ ആ നീല ഷെയ്ഡ് കാണുന്ന ഭാഗത്ത് നമ്മളെ ചെയ്യാത്ത ഭാഗമാണ്, മറ്റേ പാർട്ട് നമ്മൾ ചെയ്യുന്നത്. ഈ ആ ഭാഗത്ത് ഫിനിഷിങ് ആയിട്ടുണ്ട്. ഈ പാർട്ട് നമ്മൾ ഫിനിഷിങ് ആക്കാൻ ഡിസൈൻ ചെയ്യുന്നുള്ളൂ. ഇതിപ്പോൾ മാസ്കൊക്കെ ചെയ്തിട്ടേക്കാം. മാസ്ക് മീൻസ് നമ്മളെ പേപ്പർ ടാപ്പ്, നമ്മളെ വാഹനങ്ങളൊക്കെ മാസ്ക് ചെയ്യാൻ ടാപ്പ് ചെയ്യാനൊക്കെ പെയിൻ്റ് അടിക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന ആ പേപ്പർ ടാപ്പ് ഉണ്ടല്ലോ, അതാണ്. അത് നമുക്ക് ഒരു 50 രൂപ കൊടുത്താൽ 50 മീറ്ററിൻ്റെ ഒരു ടാപ്പ് കിട്ടും. അങ്ങനത്തെ ഒരു 1-2 ടാപ്പ് നമ്മൾ കടയിൽ നിന്ന് മേടിച്ചാൽ മതി, മുക്കാലിഞ്ച്. അത് മേടിച്ചിട്ട് നമ്മൾ ഈ വൃത്തികേടായിട്ടുള്ള ഭാഗങ്ങളിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ചുമരുകൾ, പ്ലാസ്റ്റിക് വരുന്ന ഭാഗങ്ങളിലൊക്കെ ഈ അഴുക്കും ചളിയും കുട്ടികളുടെ മത്സ്യങ്ങളുള്ള പ്രശ്നങ്ങളൊക്കെ എല്ലാ വീടുകളിലും ഉണ്ടാവും. അപ്പോൾ അവിടെ നമുക്ക് വളരെ സിമ്പിളായിട്ട് നമുക്ക് തന്നെ സെൽഫായിട്ട് ചെയ്യാവുന്ന ഒരു വർക്കാണ്. നമുക്കൊരു ഒരു ടൈം പാസും കൂടെ. അപ്പോൾ ആ നിലക്ക് നമുക്ക് എല്ലാവർക്കും നമ്മളെ വീട്ടിൽ ചെയ്യാവുന്ന ഒരു വീഡിയോസാണ്, പിന്നെ ഒരു പെയിൻറ്റിങ്ങാണ്. അപ്പോൾ പരമാവധി നിങ്ങൾ നമ്മുടെ ചാനലിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. ഇത് ഇപ്പോൾ നമ്മൾ ഫസ്റ്റ് എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ആ കംപ്ലൈൻറ്റ് നമ്മൾ എവിടെയാണ് അടിക്കാൻ ഉദ്ദേശിക്കുന്നത് ആ ഭാഗത്ത്. ഇപ്പോൾ നമ്മളിവിടെ ചെയ്തേക്കുന്നത് ബേസിൽ ഒരു യെല്ലോ കളറാണ് നമ്മൾ ഫസ്റ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആ യെല്ലോ കളറ് നമ്മൾ ഏത് കളറാണോ നമ്മൾ ഉദ്ദേശിക്കുന്നത്, ക്രീമോ വൈറ്റോ യെല്ലോയോ ബ്ലൂവോ ഏത് കളറാണോ നമ്മൾ ഉദ്ദേശിക്കുന്നത് വെച്ചെങ്കിൽ ആ വൃത്തികേടായ അടിക്കാൻ ഉദ്ദേശിക്കുന്ന ആ ചുമരിൽ നമ്മൾ ആ കളറിനെ ആദ്യം ചെയ്യാം, പെയിൻ്റ് അടിക്കാം. അങ്ങനെ പെയിൻ്റ് അടിച്ചതിന് ശേഷം നമ്മൾ ഈ മാസ്കിൻ ടാപ്പ്, പിന്നെ പേപ്പർ ടാപ്പ്, നമ്മൾ ഈ വാഹനങ്ങളെ ഒട്ടിക്കാൻ ഉപയോഗിക്കുന്ന ആ ടാപ്പ് നമ്മളെ സൗകര്യാർത്ഥം അങ്ങോട്ട് തലങ്ങും വിലങ്ങും തിരിച്ചും മറിച്ചൊക്കെ അങ്ങോട്ട് ഒട്ടിക്കുക. നമ്മളെ ഐഡിയക്ക് അനുസരിച്ച് നമ്മൾ ഒരേ സ്ക്വയർ, ഒരേ അളവ്, അതിൻ്റെ കാര്യമൊന്നുമില്ല, പല ഡിസൈനുകളായിട്ടും ഒട്ടിക്കാവുന്നതാണ്. അതിന് നമ്മളൊരു മാസ്കിൻ ടാപ്പോ അല്ല ഒരു പിന്നെ സ്കെയിലോ ടാപ്പോ ഒന്നും എടുത്ത് അളന്നൊന്നും ഒട്ടിക്കേണ്ട കാര്യമൊന്നുമില്ല. നമ്മളെ സൗകര്യാർത്ഥം നമുക്ക് എങ്ങനെയാണോ ഗ്രാഫിക്സ് വേണ്ടത്, ചെറിയ കള്ളി, വലിയ കള്ളി, കോണ്, ചതുരം, ഡയമണ്ട് കട്ട്, സ്ക്വയർ കട്ട്, ഏത് ടൈപ്പിലും, അത് ഒരു ചുമരിൽ തന്നെ വിവിധങ്ങളായ ടൈപ്പുകളായിട്ട് നമുക്ക് ചെയ്യാം. അപ്പോഴാണ് നമുക്കൊരു ഭംഗി കിട്ടുന്നത്. ഒരേ കള്ളിയിലാകുമ്പോൾ നമുക്ക് അത്ര ഒരു ഭംഗി കിട്ടില്ല അങ്ങനെയുള്ള ഡിസൈൻ ചെയ്യുമ്പോൾ. അപ്പോൾ നമ്മൾ അത് ആദ്യം എന്താ കഴിഞ്ഞാൽ മാസ്കിങ് നമ്മൾ അറഞ്ചം പുറഞ്ചം ഒട്ടിച്ച് അങ്ങോട്ട് റെഡിയാക്കിയതിന് ശേഷം അതിൻ്റെ മേലെ നമ്മൾ ഈ കടയിൽ നിന്നൊക്കെ നമ്മൾ വുഡ് ആൻഡ് സ്റ്റൈനർ മേടിക്കാൻ കിട്ടും. നമ്മൾ ഈ മരമൊക്കെ പോളിഷ് ചെയ്യാനൊക്കെ ഉപയോഗിക്കുന്ന വുഡ് ആൻഡ് സ്റ്റൈനർ ഉണ്ട്. ആ സ്റ്റൈനർ നമുക്ക് കടയിൽ മേടിക്കാൻ 100 മില്ലിക്ക് എന്താ 40 രൂപ 50 രൂപ കണ്ടുള്ളൂ. അതൊന്ന് മേടിച്ച് കൊണ്ടുവന്നിട്ട് 1-2 ഒക്കെ മേടിച്ച് കൊണ്ടുവന്നിട്ട് പിന്നെ നല്ലപോലെ അത് പിന്നെ ടിന്നർ എന്തെങ്കിലും എടുത്തിട്ട്, ടിന്നറോ അല്ലെങ്കിൽ മണ്ണെണ്ണ ഡർപ്പൻ്റെ എന്തെങ്കിലുമൊക്കെ ഉപയോഗിച്ചിട്ട് നല്ലപോലെ ലൂസാക്കുക. ഇനി അതുമല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ പെയിൻ്റ് കടയിലൊക്കെ ലൂസ് പെയിൻ്റൊക്കെ കിട്ടുന്ന കടകളിൽ പോയി കഴിഞ്ഞാൽ സ്റ്റൈനർ പോലെയുള്ള പെയിൻറ്റ് ഉണ്ടാക്കി തരാൻ പറഞ്ഞു കഴിഞ്ഞാൽ അവർ കടയിൽ നിന്ന് ഉണ്ടാക്കി തരും. അത് കൊണ്ടുവന്നിട്ട് നമ്മൾ എന്താ ചെയ്യുക, ഒരു തുണിക്കഷ്ണോ അല്ലാന്നുണ്ടെങ്കിൽ കോട്ടൺ വേസ്റ്റോ അങ്ങനെ എന്തെങ്കിലും എടുത്തിട്ട് അതിൽ നല്ലപോലെ ഈ സാധനം നേർത്ത് നല്ലൊന്ന് ലൂസാക്കിയിട്ട്, നമ്മളെ പച്ചവെള്ളത്തിൻ്റെ അതേ ടൈപ്പിൽ ലൂസാക്കിയിട്ട് നേർത്തതാക്കിയിട്ട് ഈ തുണിയിലാക്കിയിട്ട് ജസ്റ്റ് നമ്മൾ ഒരേപോലെ നമുക്ക് എങ്ങനെയാണോ നമുക്ക് ആ ലൈൻസ് വേണ്ടത് ആ ഡിസൈൻ അനുസരിച്ച് നമ്മൾ ഒരേപോലെ അത് കൈകൊണ്ട് ഇങ്ങനെ മൂവ് ചെയ്യിച്ച് ഒരേപോലെ മാർക്ക് ചെയ്യാം. ഒരേപോലെ നമ്മൾ ഡിസൈൻ ചെയ്ത്, അപ്പോൾ ഡിസൈൻ ചെയ്യുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കണം വെച്ചാൽ ഈ ടാപ്പിൻ്റെ മേലെ കൂടുതലായിട്ട് ഇങ്ങനെ തലങ്ങ് വലിച്ചു കഴിഞ്ഞാൽ ടാപ്പ് പൊന്തി പോകും. കാരണം ടിന്നറും അല്ലെങ്കിൽ ഈ മണ്ണെണ്ണയൊക്കെ തട്ടുന്ന സമയത്ത് ടാപ്പ് പൊന്തി പോകും. അപ്പോൾ അതൊന്നും നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കാം. എന്നിട്ട് നമ്മൾ ഒരേപോലെ ഡിസൈന് അങ്ങനെ ഒരേപോലെ ആ ചുമര് മൊത്തത്തിൽ വലിച്ചിട്ട് അതിൽ ഇനിയിപ്പോൾ നമുക്ക് ചില ഭാഗങ്ങളിൽ ചില സ്ക്വയറുകൾ കള്ളികളിൽ നമുക്ക് പിന്നെ ഡാർക്ക് കളർ വേണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് നമുക്ക് ഡാർക്ക് ഒന്നുകൂടി കളർ ഡാർക്ക് കൂട്ടിയിട്ട് ചില ഓരോരോ ഗ്യാപ്പ് ഇട്ടിട്ട് ഡാർക്ക് ആക്കിയിട്ട് വേണമെങ്കിൽ അങ്ങനെ കൊടുക്കാം. അങ്ങനെ അവിടെ ഇവിടെയൊക്കെ ഡിസൈൻ. ഇപ്പോൾ നമ്മൾ ചില ഈ ഹോട്ടലുകളിലോ അല്ലെങ്കിൽ ഈ വലിയ ഓഫീസുകളിലൊക്കെ ചെല്ലുമ്പോൾ നമ്മൾ ഇങ്ങനത്തെ ഡിസൈൻ കാണാറുണ്ട്. അല്ലെ, ഒരു റോയൽ ടച്ച് കിട്ടുന്ന ഒരു ഡിസൈനാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ ഫുള്ളായിട്ട് ഈ ഇത് ചെയ്യാം. എന്നിട്ട് അത് ചെയ്തതിന് ശേഷം ഇങ്ങനെ പിന്നെ ഡിസൈൻ ചെയ്തതിന് ശേഷം നമ്മൾ ഈ മാസ്കിങ് ഇളക്കിയാൽ മതി. ഈ ചുമരിൽ നമ്മൾ മാസ്കിങ് ഇളക്കിയതാണ്. അപ്പോൾ അവിടെ ആ ഒരു ഡിസൈന് നമുക്ക് വേറെ കാണില്ല. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഇത് ഈ ടാപ്പിങ് കഴിഞ്ഞ് നമ്മളിത് അടിച്ചിടുന്ന സമയത്ത് ടാപ്പിൻ്റെ മേലെ നോക്കുമ്പോൾ പെയിൻറ്റ് കാണുമ്പോൾ പക്ഷേ ഈ ടാപ്പ് ഇങ്ങോട്ട് ഇളക്കി കഴിയുമ്പോഴാണ് ഇതിൻ്റെ ആ ഒരു യഥാർത്ഥ ഫിനിഷിങ് ഇതിൻ്റെ സംഭവം മാറും. അപ്പോൾ പിന്നെ നമ്മൾ തന്നെ എന്താ പറയുക, നമ്മൾ തന്നെ അന്തം വിടും. ഇത്രയൊക്കെ ഭംഗിയായിട്ട് നമുക്കിത് ചെയ്യാൻ പറ്റുമോ എന്നുള്ള ഒരു പിന്നെ കോൺഫിഡൻറ്റ് നമുക്കുണ്ടാവും. അപ്പോൾ അത് നിങ്ങളെന്താ വെച്ച് കഴിഞ്ഞാൽ നിങ്ങളെ വീട്ടിലൊക്കെ പരമാവധി നിങ്ങൾ ചെയ്ത് നോക്കുക. മക്കൾ ടാപ്പ് പറിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ടാപ്പ് ഇങ്ങനെ അത് അടിച്ചു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ നമുക്ക് ടാപ്പ് പറിക്കാം. അപ്പോൾ നിങ്ങൾ പരമാവധി എന്താ വെച്ച് കഴിഞ്ഞാൽ വീട്ടിൽ ചെയ്യുമ്പോൾ
ജനവാതിലുകൾ തുറന്നിടുക, ഫാന് പരമാവധി ഇട്ട് വെക്കുക. എന്താ വെച്ചാൽ സ്മെല്ല് പരമാവധി ഔട്ടാവാൻ വേണ്ടിയിട്ടാണ്, പുറത്തേക്ക് പോകാൻ വേണ്ടിയിട്ട്. ഇതാ ഒരാളിത് പുറത്ത് പറിക്കണു, ഒരാളിത് അപ്പുറത്ത് പറിക്കണു. പറിച്ച് കഴിഞ്ഞാൽ നമ്മൾ തന്നെ ഞെട്ടിപ്പോവും. ഇത് ഫുള്ളായിട്ട് മാസ്കിങ് ഇളക്കി കഴിഞ്ഞാൽ. അപ്പോൾ ചാനൽ ഇത് നിങ്ങൾ വീഡിയോ മുഴുവനായിട്ട് കണ്ടിട്ട് അതിൻ്റെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ അറിയിക്കണം. ഈ ചാനലിൽ നമ്മൾ വല്ലപ്പോഴൊക്കെ ആയിട്ട് പെയിൻറ്റിങ്ങുമായി ബന്ധപ്പെട്ടുള്ള വീഡിയോസ് തന്നെയാണ് ചെയ്യാറുള്ളത്. അപ്പോൾ അതുകൊണ്ട് പരമാവധി നിങ്ങൾ നമ്മുടെ ചാനലിനെ സപ്പോർട്ട് ചെയ്യുക. എല്ലാവരും നമ്മുടെ വീട്ടിലുള്ള കംപ്ലൈൻറ്റുകളൊക്കെ ഉള്ള റൂമുകളും ചുമരുകളൊക്കെ ഒന്ന് ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കുക. ഇത് മൊത്തത്തിൽ ചെയ്ത് കഴിയുമ്പോൾ നല്ലൊരു വൈബായിരിക്കും, ഒരു റോയൽ ലുക്ക്. ഇപ്പോൾ നമുക്ക് തന്നെ നമ്മൾ വലിയ വലിയ ഹോട്ടലുകളിലൊക്കെ പോയിട്ട് നമ്മൾ താമസിക്കുമ്പോൾ അവിടുത്തെ ചില ചുമരുകളുണ്ടല്ലേ, അതേ ഒരു എഫക്റ്റ് നമുക്ക് അതിനെ കാട്ടിലും എഫക്റ്റ് നമുക്ക് നമ്മളെ ഇതിൽ നമുക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഒരു മനസ്സിന് ഭയങ്കര സന്തോഷമായിരിക്കും. അപ്പോൾ എല്ലാവരും ഇത് ചെയ്ത് അതിൻ്റെ അഭിപ്രായങ്ങളൊന്ന് പറഞ്ഞു തരിക. ഇതൊന്ന് പരമാവധി ചെയ്യാൻ ശ്രമിക്കുക. നമ്മളെ വീടുകളും നല്ല മനോഹരമായി ചുമരുകളും മരതൊക്കെ ഉണ്ടാവട്ടെ. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ബൈ.